തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസീദാസന്മാരും കർത്തൃദാസന്മാരും എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരുമായ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മെ സ്നേഹിച്ചും കരുതിയും വാത്സല്യച്ചും എല്ലാ ദിവസത്തെ ഭാരവും ദൈവം തന്നെ ചുമന്ന് നമ്മെ സ്വതന്ത്രരാക്കി ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരിടത്ത് പോലും ഇടറി വീഴാതെ ദൈവിക ജീവനും ദൈവിക ബലവും തന്ന് നമ്മെ ശക്തരാക്കി ദൈവത്തിൻ്റെ മഹിമാസന്നിധിയിലെത്തുവോളം കൂടെ വരികയും കൈത്താങ്ങൾ തരികയും കൈപിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഈ കർത്തൃദിവസത്തിൽ ദൈവികമായിരിക്കുന്ന നന്മകളും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിയേണ്ടതിന് ക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ ധന്യതയെക്കുറിച്ച് ഒരു വാക്കോടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓർപ്പിക്കേണ്ടതിന് കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ഉപവാസത്തിൻ്റെ 7-ാം ദിവസം കൂടിയാണല്ലോ ഇന്ന്. കർത്താവ് നമ്മെ ഓരോ ദിവസവും വചനം തന്നും ബലം തന്നൊക്കെ ശക്തീകരിക്കുന്നതോർത്തും സ്തോത്രം ചെയ്തുകൊണ്ട് എഫേസ്യ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ച് അല്പം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കർത്താവിൽ ഇന്നും ഞാൻ ശരണപ്പെടുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രധാന ഭാഗം ഒന്നോടെ വായിക്കാം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തെ അറിയാനുള്ള പ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ടൊരു വിഷയമാണല്ലോ. എഫേസ്യ ലേഖനത്തിൽ എഫേസോസിലെ സഭക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥനകൾ ഈ ലേഖനത്തിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വിശ്വാസി എന്തായിരിക്കണം, ഒരു സഭ എങ്ങനായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു ഭക്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പോകുന്ന വഴിക്ക് പോട്ടെ എന്നല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ചെത്തി ഒതുക്കി കർത്താവിൻ്റെ ഹൃദയപ്രകാരം ഒരു സഭയെ വളർത്തിയെടുക്കുക എന്നത് പൗലോസിൻ്റെ മാതൃകാപരമായിരിക്കുന്ന പ്രവർത്തന ശൈലിയാണ്. അതിനുവേണ്ടി താൻ ഏറ്റവും അധികം ചെയ്തത് ക്ലാസ്സുകൾ എടുക്കുകയല്ല, ഏറ്റവും അധികം ചെയ്തത് ശാസിക്കുകയല്ല, ശിക്ഷിക്കുകയല്ല, ശിക്ഷാ നടപടികൾ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, പിന്നെ അതിനുവേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ ഒരാത്മീക രഹസ്യം പറയാം. നമ്മുടെ മക്കൾ, നമ്മൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ശുശ്രൂഷ എന്തുമാകട്ടെ, അതിനെക്കുറിച്ച് ആദ്യമേ തന്നെ നമുക്ക് ഒരു പ്ലാനിങ് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു ഡിസൈൻ നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പോകുന്ന വഴിക്ക് പോട്ടെ എന്നും ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ എന്നുമുള്ള ധാരണ ലോകത്തിൻ്റേതാണ്. ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം പോകുന്ന വഴിക്ക് പോകുന്നതല്ല ആത്മീക ജീവിതം. പിന്നെയോ അതിനുവേണ്ടി ദൈവമായ കർത്താവ് കൃത്യമായി പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന അളവും ഉയരവും തൂക്കവും വീതിയും എല്ലാം ഉണ്ട്. അതിനകത്ത് ഒരച്ചിനകത്ത് രൂപപ്പെടുന്നത് പോലെയാണ് ആത്മീക ജീവിതം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ഉപദേശങ്ങളുമെല്ലാം ഒരച്ചാണ്. അതിനകത്ത് നമ്മളെ ഒതുക്കുകയാണ്. അതിന് പുറത്തേക്ക് പോകാതിരിപ്പാൻ നമ്മെ തന്നെ ചെറുതാക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ ജഡത്തെ ക്രൂശിക്കുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് കൊള്ളരാത്തവരാകാതിരിക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ നമ്മളെ തന്നെ ഒതുക്കുന്നു. ഈ അച്ചിനകത്ത്, ഈ ചട്ടക്കൂടിനകത്ത്, ഈ പ്രമാണത്തിനകത്ത്, ക്രിസ്തുവിൻ്റെ മനസ്സിനകത്ത്, ദൈവിക പ്ലാനിനകത്ത്, ദൈവ ഇഷ്ടത്തിനകത്ത്, വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഉപദേശ സംഹിതയ്ക്കകത്ത് നമ്മെ ഒതുക്കി അതിനകത്ത് രൂപപ്പെടുത്തിയെടുക്കണം. പറഞ്ഞു വരുന്നത്, നാം എന്താകണം, നമ്മുടെ മക്കൾ എന്താകണം, നമ്മുടെ കുടുംബജീവിതം എന്താകണം എന്നതിനെക്കുറിച്ച് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിരിക്കുന്നൊരു കാഴ്ചപ്പാടുണ്ടാകുകയും ആ കാഴ്ചപ്പാടിൻ പ്രകാരം നമ്മെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ പ്രാർത്ഥനയ്ക്ക് അതാകട്ടോ, ഹൃദയത്തിലൊരു പ്ലാനുണ്ട്.
ആ പ്ലാനിലേക്ക് നമ്മൾ വരേണ്ടതിന്, നമ്മുടെ കുടുംബാംഗങ്ങൾ വരേണ്ടതിന്, കുഞ്ഞുങ്ങൾ വരേണ്ടതിന് അതിനുവേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അതൊരു ചെറിയ പ്രാർത്ഥനയല്ല, ഉഴപ്പം പ്രാർത്ഥനയല്ല, ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞതല്ല, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. കാരണം അത്ര സീരിയസ് ആയിരിക്കുന്ന വിഷയത്തിനാണല്ലോ. ഈ പ്രാർത്ഥനയുടെ ശൈലിക്ക് തന്നെ വ്യത്യാസമുണ്ടല്ലോ. നെടുമ്പാട് വീഴുക, കരയുക, മുട്ടുകുത്തുക, നെഞ്ചത്തടിച്ച് കരഞ്ഞ് ഉപവസിച്ച് ഒക്കെ പറഞ്ഞ് വിവിധതരം പ്രാർത്ഥനയില്ലേ. വിലപിച്ച് രട്ടുടുത്ത് പ്രാർത്ഥനയുടെ സീരിയസ് അനുസരിച്ചിട്ടാണ് പ്രാർത്ഥന ശൈലി മാറുന്നത്. അപ്പം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്ലാനുണ്ട്, ആ പ്ലാനിലേക്ക് ഞങ്ങളെ വരുത്തണമേന്ന്. ഞാനീ പറയുന്നത് ഗഹനമായി ഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണം, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്. ആ പ്ലാനിൻ പ്രകാരം നാം നമ്മെ തന്നെ വളർത്തിയെടുക്കാൻ ദൈവസന്നിധിയിൽ ഇവണ്ണം പ്രത്യേകാൽ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഗ്രഹിപ്പാനുള്ള പ്രാപ്തി ഉണ്ടാകണം. സ്നേഹത്തെ ഗ്രഹിപ്പാനുള്ള പ്രാപ്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വാക്ക് നിങ്ങൾ ചിന്തിച്ചേ. സ്നേഹത്തെ അറിയണമെങ്കിൽ അതിനൊരു പ്രാപ്തി വേണം. എല്ലാവർക്കും ആ പ്രാപ്തിയില്ല. ചിലരെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ, എന്തു കൊടുത്താലും ഒരു നന്ദിയില്ലാത്ത കൂട്ടരാ. പറയാറില്ലേ, എന്തു കൊടുത്താലും ഒരു നന്ദിയില്ലാത്ത കൂട്ടരാ. ചിലരെക്കുറിച്ച് പറയും, ആ കൊടുക്കുമ്പോഴുള്ള സന്തോഷമുള്ളൂ, ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കും കൊടുത്തോടോ ഇല്ല. എന്താ കാര്യം? സ്നേഹത്തെ അറിയാനുള്ള പ്രാപ്തിയില്ലാത്ത ടീം അവരല്ല. എന്തെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും കൊടുത്താൽ, എന്തെങ്കിലും നന്മ ചെയ്താൽ അത് ഗ്രഹിച്ച് മനസ്സിലാക്കി, ഞാനിത് അർഹതയില്ലാത്തവനാണ്, എനിക്കിത് തരേണ്ട ഒരു കാര്യമില്ല, അവരിത് കഷ്ടപ്പെട്ടതാണ്, എന്നോടെന്തോ പ്രീതിയുള്ളത് കൊണ്ടാണ്, ഈ വക കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിന് തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്ന ചിലരുണ്ട്. അവരുടെ സ്നേഹത്തിന് മുറിവുണ്ടാക്കരുത് എന്ന കാര്യം സുബോധത്തോടെ ഗ്രഹിച്ച് കഴിയുമ്പോൾ നാം നമ്മെ തന്നെ അച്ചടക്കത്തിന് വിധേയമാക്കും. പഠിക്കാൻ പോയി, ഞാൻ ഉദാഹരണം പറയാം. വീട്ടിൽ നിന്ന് പഠിക്കാൻ പോയിരിക്കുന്നൊരു കുഞ്ഞ് ദൂരത്ത് അമ്പരചുംബിയായ കെട്ടിടങ്ങളും ഈ ലോകത്തിൻ്റെ മായാവലയത്തിനകത്തുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതാപ മഹിമകളും ഒരു പട്ടണത്തിൻ്റെ സകല സുഖവും എല്ലാം കണ്ട് സമ്പന്നന്മാരായ കുഞ്ഞുങ്ങളോടുകൂടെ സഹവർത്തിതരായി പ്രവർത്തിക്കുമ്പോൾ ആഡംബരത്തിൻ്റെ സുഖലോലുപതയിൽ എന്തുമാകാം. പക്ഷെ ആ കൊച്ചൻ ഗ്രഹിക്കുകയാണ്, എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുണ്ട് മുറുക്കി കൊടുത്ത് എന്നെ മാത്രം പ്രതീക്ഷിച്ച്, എന്നെ സ്നേഹിച്ച്, എനിക്ക് വേണ്ടി എല്ലാം തന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മയും എൻ്റെ അപ്പനും അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അവരുടെ സ്നേഹത്തിന് മുറിവുണ്ടാക്കരുത്, ഞാൻ അവരുടെ സ്നേഹത്തെ തല്ലിക്കെടുത്തരുത് എന്ന് കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ഗ്രഹിച്ചാൽ ആ കൊച്ചൻ ഒരിക്കലും നശിക്കുകയല്ലെന്ന്. അവന് പാപം ചെയ്യാൻ പറ്റിയല്ല. സ്നേഹിക്കുന്നവരുണ്ടെന്നും സ്നേഹിക്കുന്നത് എത്ര ആഴത്തിലാണെന്നും എന്തു തന്നാണ് സ്നേഹിച്ചതെന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ആളെ മറക്കാൻ പറ്റുമോ? അവരെ വേദനിപ്പിക്കാൻ പറ്റുമോ? അവരെ മറന്നിട്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ കൊടുത്തോടത്തുള്ള സ്നേഹം മാത്രം പറ്റുമോ? ഇല്ല. ഇവിടെ നിന്ന് അച്ചാറും ഉപ്പേരി വറുത്തതും പുത്തനുടുപ്പൊക്കെ മേടിച്ച് കണ്ണീരോടെ അവലോസുണ്ടയും ഒക്കെ ഉണ്ടാക്കി വണ്ടി കയറ്റി വിടുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, ബസ് സ്റ്റോപ്പിൽ വെച്ച് ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച് വണ്ടി കയറുമ്പോഴത്തേക്ക് മൊബൈൽ എടുത്തിട്ട് ഈ സ്നേഹത്തെ, ഈ കരുതലിനെ മറന്നാൽ ആള് തകരില്ലേ? ഇതേ രീതിയിലാണ് പൗലോസ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് ഗ്രഹിപ്പാൻ എന്താ വേണം? പ്രാപ്തി വേണം. ഈ സ്നേഹത്തെ അറിയാനൊരു പ്രാപ്തി വേണം. 1-ാം ക്ലാസ്സുകാരന് 10-ാം ക്ലാസ്സുകാരൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ അവനത് എഴുതാനുള്ള പ്രാപ്തിയുണ്ടോ? ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഇച്ചിരി സമയമെടുത്താലും സ്കൂൾ അധ്യാപകർ അവനെ ആ ക്വസ്റ്റ്യനെ ഫേസ് ചെയ്യാൻ, അതിന് മറുപടി പറയാൻ അവനെ പ്രാപ്തനാക്കിയെടുക്കുക.
അങ്ങനെയല്ലേ പിള്ളേർ പടിപടിയായി പഠിച്ച് PhD കാരനും അല്ലാത്തവനൊക്കെ ആയിട്ട് പൊങ്ങിപ്പോകുന്ന എങ്ങനെയാണ്? ഒറ്റ ദിവസം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കൊടുക്കുകയാണോ? അല്ല. വിവിധ കോളേജിലും വിവിധ കലാലയത്തിലും അവനെ പഠിപ്പിച്ച അധ്യാപകർ അവനെ പ്രാപ്തനാക്കിയെടുക്കുക. ഇത് തന്നെയാണ് പൗലോസും പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ദൈവത്തിങ്കിലേക്ക് വന്ന കർത്താവിനെ അറിഞ്ഞ ഒരു ദൈവത്തിൻ്റെ പൈതൽ അവൻ പ്രാപ്തനാകണം. എന്തിന് പ്രാപ്തനാകണം? എങ്ങനെയെങ്കിലും സഭയ്ക്കകത്ത് രാഷ്ട്രീയം കളിച്ച് തലപ്പത്തെത്താൻ പ്രാപ്തനാകാൻ വേണ്ടി പഠിപ്പിക്കുന്നൊരു സാറല്ല പൗലോസ്. പിന്നെയോ, ഈ സഭയ്ക്കകത്ത് ഞാനും നിങ്ങളും വരാൻ, ഈ ക്രിസ്തീയ മാർഗത്തിനകത്ത്, യഥാർത്ഥ ക്രിസ്തു മാർഗത്തിനകത്ത് വരാൻ ഇതിന് വില മുടക്കി ഒരുവനുണ്ട് കാൽവറി ക്രൂശിൽ. ആ സ്നേഹമാണ് സമാധാനത്തിലേക്ക് നയിക്കുന്നത്. അത് തിരിച്ചറിയാൻ ഒരു വിശ്വാസിക്കാകുന്നില്ലെങ്കിൽ അവൻ 1-ാം ക്ലാസ്സിൽ മുട്ടയിട്ട് കിടക്കുന്നവനെ പോലെയാണ്. അവനെ പ്രാപ്തരാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം. നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണം. കുടുംബത്തിൻ്റെ സ്നേഹമെന്താ? മാതാപിതാക്കളുടെ സ്നേഹമെന്താ? ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ സ്നേഹമെന്താ? അപ്പനും അമ്മയും എങ്ങനെ സ്നേഹിക്കുന്നത്? കർത്താവ് എന്താണ് നമ്മൾ സ്നേഹിച്ചത്? ഇത് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ചിലർക്ക് ആ പ്രാപ്തി ഇല്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹം ശരിക്കും തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാകണം. ലോകമനുഷ്യന് അതില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഗ്രഹിപ്പാൻ സാധാരണക്കാരായ മനുഷ്യന് ആ പ്രാപ്തിയില്ല. അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കേണ്ടി വന്നത്. അപ്പം സ്നേഹത്തെ അറിയാൻ എല്ലാവർക്കും പ്രാപ്തിയില്ല. മറ്റൊന്നിനും പ്രാപ്തി ഉണ്ടായില്ലെങ്കിലും എൻ്റെ പൊന്നു ദൈവമക്കളെ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയാനുള്ള പ്രാപ്തി, അതിനുവേണ്ടി എന്നും പ്രാർത്ഥിക്കണം. ഇന്നും പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, അങ്ങ് എന്നെ സ്നേഹിച്ചത് എത്ര ആഴത്തിലാന്ന് എനിക്ക് മനസ്സിലാകാൻ എന്നെ ഒന്ന് പ്രാപ്തനാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയണം, എൻ്റെ കുഞ്ഞിന് ഞങ്ങളവനെ എത്ര സ്നേഹിക്കുന്നുവെന്ന് അവൻ തിരിച്ചറിയാനുള്ള പ്രാപ്തി അവന് കൊടുക്കണേ. ഇല്ലെങ്കിൽ അവൻ നമ്മളെ മറക്കും. അവൻ ആരുടെയെങ്കിലുമൊക്കെ കൂടെ നിൽക്കും, നമ്മളെ തള്ളിപ്പറയും. സത്യമേ പറയുന്നത്. എല്ലാവർക്കും വേണ്ടി തമ്മിൽ പ്രാർത്ഥിക്കുക. അവരാ സ്നേഹത്തെ തിരിച്ചറിയട്ടെ. കലാപം, കലുഷിത, വൈരാഗ്യം, കയ്പ് ഇതെല്ലാം മാറും. ബന്ധങ്ങളെയും സ്നേഹത്തെയും സ്നേഹിതരെയും തിരിച്ചറിയാനുള്ള പ്രാപ്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒത്തിരി കാര്യങ്ങൾക്ക് പ്രാപ്തി വേണമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഞങ്ങളത് അറിയുന്നു. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ തിരുമുമ്പിൽ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പാ, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള പ്രാപ്തി അത് അപാരമാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് കൊടുക്കണേ അപ്പാ. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാതിരിക്കപ്പെടണമെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ പ്രാപ്തിയെ ഒന്നറിയാൻ ദൈവം ഇടയാക്കണം. തിരുമുമ്പിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.